കഴുകണ്ട, എന്നാലും 2-3 വട്ടം കഴുകണം കേട്ടോ. പൊടിയൊക്കെ പിച്ചാത്തിയല്ലേ കഴുകണ്ട, എന്നാലും 2 പ്രാവശ്യം കഴുകണം. അതെന്തൊരു കഴുകുന്നു? അല്ലെണ്ണ അഴുക്കൊന്നുമില്ല. അഴുക്കൊന്നുമില്ല. നമുക്കേ ആ പ്ലാവേല ഒത്തിരി ചക്ക നിൽക്കുന്നു. നമുക്കൊരു ഇടിച്ചക്കത്തോരൻ ഉണ്ടാക്കാം. പണ്ട് പൊന്നമ്മയൊക്കെ ഇവിടെ ഉള്ളപ്പോൾ ഉണ്ടാക്കി തന്നതില്ല. നമുക്ക് നോക്കാം. എത്ര വർഷമായി വെള്ളം വരുന്നു. അയ്യോ, നമുക്ക് ഉണ്ടാക്കാം. അണ്ണന് ഇഷ്ടമാണോ? പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്നാ ബാന്നല്ലേ. അപ്പൊ ഓക്കെ ഇടാൻ ചക്ക ഇടാൻ വേണ്ടേ? കേറി ഇട്ട് തരണേ അണ്ണ. അയ്യോ, ഇത് ഭയങ്കര പിച്ചാത്തിയാണ്. ചക്കയ്ക്ക് സ്പെഷ്യലായിട്ട് മേടിച്ചാണ്. പിന്നെ അപ്പൊ രാജാമ്മയ്ക്ക് അറിയാവോ? ഏണിയും കൂടെ എടുക്കണ്ട, ഏണിയും കൂടെ. ഒരു ചക്ക അവിടെ കിടക്കുന്നില്ലേ? അതൊക്കത്തില്ല. വേണ്ട ഇത് ഇടണം. വേണ്ട ഈ 2 എണ്ണം നിൽക്കുന്നില്ലയോ, അതിലൊരെണ്ണം വേണ്ടത്. അതാണ് ഇടിച്ചക്കയ്ക്ക് പറ്റിയത്. ചക്ക ഇടാൻ നമുക്ക് നീളമൊന്നും ഇല്ലല്ലോ. ഇനി വേണ്ടേ? അതിനല്ലേ ഇതൊക്കെ പിന്നെ ഓരോന്നാ ഇറങ്ങിയിരിക്കുന്നത്. നീളം ഇല്ലാത്തവര് ജീവിക്കുന്നില്ലയോ? പിന്നെ അതിനല്ലേ ഇതൊക്കെ ഉണ്ടാക്കുന്ന കമ്പനികൾ. ഏതാ നോക്കണേ എണ്ണ. ഉച്ചയിലോട്ടൊന്നും വരല്ലേ. ഇതാണോ? വേണ്ട, അത് ഇങ്ങപ്പുറത്താ. വേണ്ടത് ഇത് ഈ ഒന്നാമത് ഇങ്ങ കിടക്കുന്നതിന് ഇടയ്ക്കത്തെ ഇതല്ലേ? ഇതാണോ? ചക്കയിട്ട് രാധാണ്ണന ഇനി നമുക്ക് അതെല്ലാം റെഡിയാക്കാം. ചക്ക ശരി, ബാബാ കറയുണ്ട്. അപ്പൊ ഞാൻ പിച്ചാത്തി ഒന്ന് കഴുകിക്കൊണ്ട് വരാം. പിച്ചാത്തി വെള്ളം ഉണ്ടെങ്കിൽ അന്നേരം കറ എളുപ്പം പിടിക്കത്തില്ല. അപ്പൊ ഞാൻ ചക്കയൊക്കെ നോക്കട്ടെ എങ്ങനെ ഉണ്ട്, അടിപൊളിയാണോ. അതല്ലേ, ഇതാണ് ഞങ്ങൾ ഇന്നത്തെ പരിപാടി. ഓക്കെ, അപ്പൊ ഞങ്ങളിതിനെ തുടങ്ങാം. ദൈവമേന്നൊക്കെ പറഞ്ഞ് തുടങ്ങാം. ദൈവമേ നല്ലതായിരിക്കണേ. ഇതിങ്ങനെ കണ്ടിരണ, അല്ലെങ്കിൽ മുള്ളു ഇങ്ങനെ ചെത്തിക്കളയൂല. ചെത്തിയാലും മതി, എങ്ങനെ ആയാലും മതി. അത് ഇങ്ങനെ നിർത്തി ചെത്താനോ? എന്നാ ചെത്ത്. കൈയെല്ലാം പോകുന്നു ഇങ്ങനെ പോലെ. നമുക്ക് വലിയ പ്രാക്ടീസ് ഒന്നും ഇല്ല, എന്നാലും നല്ലോണം ചെയ്യുന്നുണ്ട്. നോക്കിക്കോ, നമ്മളിതിനകത്ത് എക്സ്പേർട്ടൊന്നും അല്ല. ആദ്യമായിട്ട് മീൻ പൊരിക്കുന്നെന്ന് പറഞ്ഞു കേട്ടിട്ടുള്ളൂ. ചക്ക നിർത്തി. കറ കുറവാണെന്ന് തോന്നുന്നു. അതോ ഞാനും ഓർത്ത് അതിന്റെ മണ്ടയ്ക്ക് കറ കുറവായിരുന്നു. സാധാരണ ശരിയാണ്. ഒത്തിരി അങ്കായിട്ട് പോണ്ട. നല്ല പരിചയമുണ്ടല്ലോ. അല്ല മോനെ, പണ്ട് പിന്നെ എൻ്റെ കുഞ്ഞിലെയൊക്കെ അവിടാണ് അരിയൊക്കെ കുറവാകുമ്പോഴേ ചോറ് വെക്കുമ്പോൾ ചോറ് കുറവാകും. അപ്പം പിന്നെ ചക്കയൊക്കെ ഇട്ട് വേവിക്കുമായിരുന്നു. എന്തിനാന്ന് പറഞ്ഞേ, ഇച്ചിരി ചോറും ചക്ക വേവിച്ചും തിന്നാമെങ്കിൽ ഞാൻ കേട്ടിട്ടുണ്ട് മോനെ പറയുന്നതൊക്കെ അങ്ങനെ ആയിരുന്നു. പക്ഷെ ഇതിന്റെ വേറെ ടൈപ്പ് ഇല്ലേ ഇടിച്ചക്ക എന്ന് പറയുന്ന സാധനം? ചീമച്ചക്കയാ അത്. ആണോ? ഇത് തോരൻ വെക്കണം. ഇപ്പം എല്ലാം അരിഞ്ഞ് ചെറുത് കഷ്ണങ്ങളാക്കിയിട്ട് കുക്കറിനകത്ത് മഞ്ഞപ്പൊടി ഉപ്പ് ഇട്ട് അടിക്കണം. അടിച്ചു കഴിഞ്ഞിട്ട് അത് ഊറ്റി എന്തെടുക്കണമെന്നറിയാവോ? ഇടിക്കണം കല്ലിനകത്തിട്ട്, അല്ല മിക്സിയുടെ ജാറിനകത്തിട്ട് പൊടിക്കണം. പൊടിച്ചിട്ട് തേങ്ങ തോരൻ വെക്കുന്ന കൂട്ടം വെച്ചാൽ മതി. ഇച്ചിരി മെനക്കെടണം. ഇന്ന് രാധാച്ചനാ ഇന്ന് പിന്നെ ഇടിച്ചക്കത്തോരൻ വെക്കുന്നത്. മിക്കവാറും ചക്ക എടുത്തിട്ടിരിക്കുന്ന ലക്ഷണമാണ്. പണ്ടൊക്കെ ഇപ്പം മനുഷ്യരാരും ചക്ക വേവിക്കത്തില്ല. ആർക്കും വയ്യ, കൈക്ക് വേദന. എൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. എത്ര നാളായി ചക്ക വേവിച്ച് തിന്നിട്ട്. എന്തോരം ഇഷ്ടമാണെന്നറിയാം. സാരമില്ല. അതിനാ ഞാൻ പറഞ്ഞത്, അത് വട്ടത്തിൽ കണ്ടിച്ചിട്ടായിരുന്നേ നല്ല. ഇങ്ങനെ അത് കട്ട് ചെയ്യുന്നത് കണ്ടിച്ചിട്ട് ഇനിയും ചെറുതാക്കണമെന്ന്. അല്ലാതെ പിന്നെ ഇങ്ങനെ തൊലി എടുക്കാനും പാടാ. അപ്പൊ ഇതിനെ ഞാൻ പീസാക്കാൻ പോവാണേ. അതല്ല, ഇവിടുന്ന് ഇങ്ങനെ കണ്ടിരണ അത് കട്ട് ചെയ്യാൻ കട്ട് ചെയ്യാൻ അത് തന്നെ സ്ലൈസ് ആയിട്ട് നടുക്കുന്നങ്ങ് മുറിക്കില്ലേ, നടുക്കുന്നങ്ങ് മുറിക്കാം. വേണ്ട, അങ്ങനെ കട്ട് ചെയ്യാനോ? നമ്മളെ കടച്ചക്ക കട്ട് ചെയ്യുന്ന പോലാണല്ലോ. അതാ ഞാൻ പറഞ്ഞു, ഇങ്ങനെ ചെത്തിയിട്ട് വട്ടത്തിൽ കണ്ടിച്ചിട്ട് അല്ല അതിന് എളുപ്പം തന്നെ നല്ലതായിരുന്നു. ഇതെടുക്കണ്ട, കുറച്ച് മതി, നമുക്ക് മതിയല്ലോ. ബാക്കി എന്ത് ചെയ്യും? ബാക്കി അവിടെ ഇരിക്കാം, നാളെ ആയാലും എടുക്കാം. ഇതെല്ലാം മുള്ളിരിക്കുന്നുണ്ട്, ഇതെല്ലാം ചെത്തി കളയട്ടെ.
ഇതെല്ലാം കുഞ്ഞു കുഞ്ഞു പീസായിട്ട് നല്ല ചക്കയാണ് ഇത് വേവിക്കാൻ. നല്ല പഞ്ഞി പോലത്തെ ഇതിൻ്റെ പൂഞ്ച്. ഇങ്ങനെ ഇതങ്ങോട്ട് അരിഞ്ഞ് ചക്ക ഭയങ്കര കറയാണല്ലോ. ഇവിടെ ചക്കയ്ക്ക് പിന്നെ കറയില്ലയോ? ചക്കയ്ക്ക് പിന്നെന്തുവോ? ചക്കയ്ക്ക് കറയാണോ? കറയുള്ള ചക്കയല്ലയോ? അവരൊക്കെ എന്ന് പറഞ്ഞാൽ അവരുടെ കാര്യങ്ങൾ അവർ ചെയ്യും. അവരുടെ കാര്യങ്ങൾ നമ്മൾ ചെയ്യുമോ? ഇല്ല. അപ്പം പെണ്ണുങ്ങളുടെ ജോലിയാ ഇതൊക്കെ. അങ്ങനൊന്നും ഇല്ല. എത്ര ആൾക്കാർ ശരിയാക്കുന്ന ആണുങ്ങളുണ്ട്. പിന്നെ എല്ലാവരും ഇപ്പം അത് മാസ്റ്റൊന്നും അല്ലല്ലോ. നമ്മളോട് ശരിയാ. വേണ്ട ഇതിലെല്ലാം ഉള്ള അതൊന്നും കൈ നോക്കണേ, അത്രയും കളയണ്ട. ഇവിടുത്തെ പിള്ളേർക്ക് ഇതൊന്നും ഇറങ്ങത്തില്ല. ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടോ കണ്ടോ ഷവർമ്മത്തില്ല. എന്തായിട്ടാ കത്തിക്കുന്നത്? ഗ്യാസ് ഒന്നും ഇല്ലെന്നാ പറയുന്നത്. എല്ലാരും ഇപ്പൊ ഇനി എന്തോ എടുക്കും? വിറകല്ലേ കരിയിൽ നിറയ്ക്കണം എല്ലാവർക്കും. 5,000 rupees. എന്താ ഒരു മെന്നിന് 100 രൂപ. കഴുകണ്ട, എന്നാലും 2-3 വട്ടം കഴുകണം കേട്ടോ. പൊടിയൊക്കെ കഴുകണ്ട, എന്നാലും 2-3 പ്രാവശ്യം കഴുകണം. അതെന്തൊരു കഴുകുന്നു? അല്ലെണ്ണ അഴുക്കൊന്നുമില്ല. അഴുക്കൊന്നുമില്ല, എന്നാലും നമ്മൾ കഴുകുന്നു. അതിടണം. അഴുക്കൊന്നുമില്ല, എന്നാലും 2 പ്രാവശ്യം കഴുകണം. എന്താ പറയാ, ഈ പാചകക്കാരിയാണ്. ഒന്ന് കഴുകി ഒന്നുകൂടെ കഴുകുക. അങ്ങനെ പറയാം. മണ്ണും ചെപ്പൊക്കെ ഉണ്ടെങ്കിൽ മാറും. ചക്ക കഴുകി ഞാൻ കഴിച്ചിട്ടുണ്ട്. നല്ല അടിപൊളിയാ. അന്നത്തെ വിശപ്പ് സമയത്തൊക്കെ ഇതൊക്കെ സൂപ്പർ സാധനങ്ങളല്ലേ ഇതൊക്കെ. ഇന്നത്തെ ഈ കോഴിയും കൂഴിയൊക്കെ മേടിച്ചിരുന്നെങ്കിൽ ഏറ്റവും ഇന്ന് ആ ടേസ്റ്റ് ഒന്നും കാണത്തില്ല. ചിലപ്പം കിട്ടുമായിരിക്കും, പറയാൻ പറ്റത്തില്ല. നമുക്ക് അത്ര കറക്റ്റ് ആയിട്ട് പറയാൻ. എന്നാലും 90% ഓക്കെ. അത് മതി. കിട്ടിയില്ല ഇത് വാരി തിന്നെ, അത്രേ ഉള്ളൂ. പിന്നെ ഇത് കഴുകി ശാലം വെള്ളം ഒഴിക്കുക. മതി, കുറച്ച് മതി. ബാ, അടപ്പേ വെച്ച് മഞ്ഞപ്പൊടി, ഉപ്പ് കുറച്ചൊക്കെ മതി. ഒന്നാമത് BP കൂടുതലാ. വേറെ മസാലപ്പൊടിയൊക്കെ ഉണ്ട് ഇതിന്? ഇല്ല. അല്ല, അത് ഇച്ചിരി കഴിയട്ടെ. അതിപ്പം ചിക്കൻ മസാല ചൊക്കേനൊക്കെ തരും. അപ്പൊ നമ്മൾ അടുപ്പ വെച്ചു. അടുത്ത തേങ്ങ തിരുമ്മ. തോരനല്ലയോ? നമുക്കൊന്ന് തിരുമ്പതിന് കുഴപ്പം. ചക്ക മാത്രം ഇട്ടു, വേറൊരു പണിയും ചെയ്തില്ല. തേങ്ങ ഇങ്ങോട്ട് മാറി വെച്ചേ. കൊച്ച് മാറിയോ? സൈഡിൽ അതെനിക്ക് അറിയാം, എന്നെ പഠിപ്പിക്കുന്നുണ്ട്. സൈഡിൽ സീരിയസ് ആണ്. അല്ല, ചെലവേ ആടുന്നു. വെളുത്തുള്ളി 2-3 കാന്താരി എല്ലാം ഞങ്ങളുടെ ഇവിടെ വീട്ടിലുള്ള കേട്ടോ. ശരിയാ. വെളുത്തുള്ളി ഇവിടെ ഉണ്ടാവില്ല, ഇവിടെ മേടിച്ചതാണ്. അപ്പൊ ഇവിടുത്തെ ജീരകം, മുളക് ഞാൻ പെർഫെക്റ്റ് ആയിട്ട് പറയാം. ഇവിടെ ഉണ്ട്, നമ്മുടെ കൊല്ലയിലുള്ളതാ ജീരകം. ഇവിടെ ഉണ്ടാകുന്നില്ല. ഒരു പ്രാവശ്യം ഒരാവത്തും പറ്റിയെന്ന് വിചാരിച്ചാൽ എപ്പോഴും ഈ മുളകിന്റെ കാര്യം ഞാൻ പ്രത്യേകം പറഞ്ഞു. നോക്കടാ, ഒരു 3 കിലോ പിന്നെ ഇത് നമ്മൾ അമ്മൻകുടത്തിന് പോകുമ്പോൾ ഞങ്ങൾ കൊണ്ടുപോകുന്നുണ്ട് തുള്ളാനായിട്ട്. ഒന്ന് അരച്ചാൽ മതി കേട്ടോ. തോരൻ അരക്കുന്ന കൂട്ടുകാർ അറിയാം എല്ലാവർക്കും. മതി, കഴിഞ്ഞു. ഫൈനൽ റിസൾട്ട്. ഇനി നമുക്ക് കുക്കർ അടിച്ച് നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഓപ്പൺ ചെയ്യുന്നു, എങ്ങനെ ഉണ്ടെന്ന്. അത് പിന്നെ നോക്കാം. ടെസ്റ്റിംഗ്, മൈക്ക് ടെസ്റ്റിംഗ്. കൊള്ളാം. ഇപ്പൊ ടേസ്റ്റ് ചെയ്യാൻ പറ്റില്ല. 3 അടി അടിച്ച് കുക്കർ. എന്താണ്ട കണ്ടോ, നോക്കിക്കേ. കണ്ടോ? ഇത് കോരുവാ, അവിടെ നില്ലേ. ചൂടാ.
കരള് മാത്രമേ ലിവർ. സ്പെഷ്യൽ അല്ലേ? ഞാൻ ഇതുവരെ ആരും ഇങ്ങനെ ഉണ്ടാക്കുന്നത് കണ്ടിട്ടില്ല. യൂട്യൂബിലൊന്നും വീഡിയോ ഇട്ടേക്കുന്നത് അടിച്ചു നോക്കിയാൽ ഇതിപ്പോ മോനെ ഈയിടെ ആരാന്നാ പറഞ്ഞത്, ഇടുക്കിന്ന് മുത്ത് പറഞ്ഞത്, കുഞ്ഞമ്മയുടെ മോള് അനിയത്തി ഒക്കെ ഇടിച്ചക്ക. ഇന്ന് എന്തുവായിരുന്നു മോളെ കറിയെന്ന് ചോദിച്ചപ്പോൾ അവള് പറഞ്ഞ് ഇതവന് ഇടിച്ചക്ക തോരനായിരുന്നെന്ന്. അന്നേരം ഞാൻ ചോദിച്ചു ആഹാ നല്ലതാക്കാം, എന്നാൽ ഞാൻ മേച്ചൊന്നും ഉണ്ടാക്കി നോക്കാം. ഇത് ഇന്ന് രാധാച്ചനൊരു ജോലിയുണ്ട്, ഇത് ഇന്ന് കല്ല് കൊണ്ടൊന്ന് ഈ കുറ്റി തന്നെ 60 കിലോ ഉണ്ട്. ബലമില്ല, ഒത്തിരി അങ്ങ് വേണ്ട മോനെ, കുഴഞ്ഞു പോകും. അടുപ്പ കീഴോട്ട് പോകും അടുക്കള. കടുവ് വറക്കാനാ ചുള്ളിയൊക്കെ ഇങ്ങോട്ട് ഇട്ട് വറ്റൽ മുളക്, കറിവേപ്പില, കൊച്ചുള്ളി, നമുക്ക് കടുവ് വറക്കാം. ഇതിനൊക്കെ വെളിച്ചെണ്ണ ഏറെ വേണം മോനെ, അല്ല കൊള്ളത്തില്ല കടുവ് വറക്കുന്നതിനൊക്കെ. വേണ്ട, നീ ഒന്ന് തൊടു. രാജാന്ന് വന്നേ പെട്ടെന്ന്. വേണ്ട വേണ്ട, തൊട്ട് നോക്കിയത് വെളിച്ചെണ്ണയ്ക്കകത്ത് കൈയിടാനൊന്നും. ഞാൻ ആദ്യ സംഭവമാണല്ലോ വെളിച്ചെണ്ണ ഒഴിക്കുമ്പോൾ കൈയിട്ട് നോക്കുന്നു. മൈക്കില്ലല്ലോ, കുഴപ്പമില്ലല്ലോ. തൊട്ട് നോക്കി ചൂടാണെങ്കിൽ കടുകിടാനാ. കടുകുമ്പോ അതിന്റെ റിസൾട്ട് വരും. ചുമ്മാ കാണിക്കുന്നില്ല കോമഡി. എത്ര കടുക് ഇടും? എണ്ണിയാന്ന് ഇടുന്നത്? ഒന്ന് കൈയിട്ട് എണ്ണി നോക്കി എത്ര കടുവ് പൊട്ടി. ഇങ്ങോട്ട് ശ്രദ്ധിച്ചിരുന്നു. ഉള്ളി മൂക്കാറാവുമ്പം കറിവേപ്പിലയും വറ്റൽമുളകും കൂടെ ഇടണം. അല്ല വറ്റൽമുളക് മുമ്പേ ഇടരുത്, പെട്ടെന്ന് ഇതങ്ങ് കരിഞ്ഞു പോകും. പഠിക്കണ്ട, ഇതൊക്കെ പഠിക്കുമല്ലേ. ഒരാളിലെ സ്വന്തമായിട്ടൊക്കെ ഉണ്ടാക്കും. ആരും ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെയൊക്കെ ഉണ്ടാക്കണ്ടേ. അരപ്പ് രാജാച്ചൻ പഠിച്ചല്ല. അപ്പൊ നമ്മൾ ചക്ക അതിനകത്തോട്ട് ഇട്ടിരിക്കുന്നത് ഇടിച്ചക്കത്തോരൻ. ഒരു മിനിറ്റ് ഒന്ന് അടച്ചു വെക്കട്ടെ മോനെ, എന്നാലേ അതിനൊരു എല്ലായിടും ഒന്ന് കണ്ടിട്ട് നല്ലതാന്ന് തോന്നുന്നു രാധാ. സൂപ്പറാ തോന്നുന്നു. നിനക്കൊക്കെ ഇപ്പോഴത്തെ പിള്ളേർക്ക് ഇത് വല്ലതും അറിയും? നിങ്ങൾ തിന്നുമോ? ആ വീട്ടിലുണ്ടാക്കിയല്ലോ. അടുത്ത വീഡിയോ മന്തിത്തോരൻ. കറക്റ്റ് അവിയൽ കൂട്ടുണ്ട്. അപ്പം സാധനം റെഡി ആയിരിക്കുന്നു. റെഡി ആയിട്ടുണ്ട്. അപ്പം അണ്ണനൊന്ന് നോക്കിക്കണ ഉപ്പ്. രാധാ ടെസ്റ്റ് അടിച്ചേ. ഞാനിവിടെ ഒന്ന് പെരട്ടണോ? വേണ്ട വേണ്ട, കൈപ്പൊട്ടിയും കിട്ടാൻ വേണ്ടി ആയിരിക്കും. നോക്കട്ടെ. ചൂട് ഓഫ് ചെയ്യട്ടെ. വളരെ വർഷങ്ങൾക്ക് ശേഷം ഇങ്ങനൊരു തോരൻ ദൈവമേ ഉണ്ടാക്കാൻ പറ്റിയില്ല. വളരെ സന്തോഷം. ചവച്ച് നോക്കിയിട്ട് പറ. റിവ്യൂ പറ. എങ്ങനെയുണ്ടെണ്ണ? അടിപൊളി. ഈ ഒരു സാധനം ഇപ്പം ഞാൻ കഴിച്ചു നോക്കിയിട്ട് ചോറ് പോലും വേണ്ട. നമ്മൾ ഒത്തിരി നാളായില്ലയോ ഇത് വെച്ചിട്ട്? ആന്നു മോനെ, നല്ല രുചിയുണ്ടടാ. സൂപ്പർ, കണ്ടോ? അടിപൊളി. ഇത് മൊത്തം ഞാൻ തീർക്കും വേണേ.
ബാക്കിയുള്ളവരോട് അല്ല എടാ നിങ്ങൾ ഈ വിഷമുള്ളതെല്ലാം തിന്നാതെ ഇതേലെ ഒരു ഇച്ചിരി എടുത്ത് വായി വെച്ച് ഉപ്പം നോക്കാം. സൂപ്പർ അടുത്ത വീഡിയോ ഉള്ളതാണേ. ആണ് അടിപൊളി. ഞാൻ ഇതുപോലെ ടേസ്റ്റ് ഇതുവരെ ഭയങ്കര ടേസ്റ്റ് ഉണ്ട്. ഞാൻ എന്താ എനിക്ക് താങ്ക്സ് പറ. താങ്ക് യു. ഓ നമ്മുടെ ഇടിച്ചക്ക തോരൻ റെഡി ആയിട്ടുണ്ട്. എങ്ങനെയുണ്ടാ? സൂപ്പർ ആയിട്ടുണ്ട്, അടിപൊളി. അപ്പൊ അടുത്ത വീഡിയോ കാണാം. അടുത്ത വീഡിയോ. ഓക്കെ. ഓക്കെ.